ഏവർക്കും വിസ്റ്റം ലേണിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥി, SSLC പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഉള്ള റിവിഷൻ ആരംഭിക്കുകയാണ്. റിവിഷൻ എന്ന് പറയുമ്പോൾ ഓരോ പാഠഭാഗത്തിൽ നിന്നും മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം നമ്മളിവിടെ കവർ ചെയ്യും. ഓരോ ചാപ്റ്ററിൻ്റെയും മുൻകാലങ്ങളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തായിരിക്കും ഈ വീഡിയോ സിംഗിളായിട്ട് ആരംഭിക്കുന്നതായിരിക്കും. എല്ലാ ചാപ്റ്ററുകളുടെയും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. എന്താണ് നമ്മുടെ ഉദ്ദേശം? പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് മാത്സിന് വാങ്ങിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി എല്ലാ ചാപ്റ്ററിൻ്റെയും പ്രോബ്ലംസ് നമ്മൾ കവർ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ശ്രദ്ധാപൂർവം വീഡിയോ കാണുക, ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കഷ്ടപ്പെട്ട് പഠിച്ചാൽ നമുക്ക് എന്തായാലും ഫുൾ മാർക്ക് വാങ്ങിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അതോടൊപ്പം പുതിയ ചാനലായതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലടക്കാം. വിസ്റ്റം ലേണിംഗ്. വെൽക്കം ടു വിസ്റ്റം ലേണിംഗ്. (2024) ബോർഡ് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. പല പ്രാവശ്യവും നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് കാണാറുണ്ട്. അതുകൊണ്ട് ഇന്ന് നമുക്ക് നോക്കാം. എന്താണ്? കൺസിഡർ ദ അരിത്മെറ്റിക് സീക്വൻസ് 8, 14, 20. 8, 14, 20 എന്ന സീക്വൻസ് കൺസിഡർ ചെയ്താൽ ഈസ് 25 എ ടേം ഓഫ് ദ സീക്വൻസ്. 25 എന്ന് പറയുന്ന നമ്പർ ആ സീക്വൻസിലെ മെമ്പറാണോ? അപ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകം നോക്കാം. 8, 14, 20. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയാണ്? കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 14 - 8 = 6. അപ്പോൾ നമുക്ക് അടുത്ത ടൈം കൂടി എഴുതാറ് 26. അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ. ഇനി എന്താ ശ്രദ്ധിക്കേണ്ടത്? 14 - 8 എത്രയാണ്? 6. 20 - 8. 20 - 8 എത്രയാണ്? 12. പിന്നെന്താണ്? 26 - 8. 26 - 8 അല്ലേ എത്രയാണ്? 18 അല്ലേ. അപ്പോൾ നമ്മളിതിനകത്ത് ഏത് ടേമിൻ്റെയും ഡിഫറൻസ് എടുത്താലും, ഏത് ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് എടുത്താലും ആ ഡിഫറൻസ് ആർക്ക് തുല്യമായിരിക്കും? കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ സീക്വൻസിൽ എവിടെ ഏതെങ്കിലും ഒരു ടേമിനാണ്, രണ്ട് ടേമുകളുടെ വ്യത്യാസം ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ അത് 6ഓ 6ൻ്റെ മൾട്ടിപ്പിൾസോ ആയിരിക്കണം. ആണെങ്കിൽ മാത്രമേ അത് സീക്വൻസിൽ അംഗമായി വരത്തുള്ളൂ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? 25. അപ്പോൾ നമുക്ക് 25 എന്ന ടേം എടുക്കാം. 25 - 20 എത്രയാണ്? 5 ആണ്. 5 എന്ന് പറയുന്നത് 6ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. ഡിഫറൻസ് 5. ഡിഫറൻസ് 5 ഈസ് നോട്ട് മൾട്ടിപ്പിൾ ഓഫ് 6. Not multiple of 6. Therefore, it is not included in the sequence എന്ന് നമുക്ക് എഴുതാം. അതേ ചോദ്യം തന്നെയാണ് രണ്ടാമത് ചോദിച്ചിരിക്കുന്നത്. 144 അല്ലേ. അപ്പം 144 - 14 നമുക്ക് ഇഷ്ടമുള്ള നമ്പർ എടുത്തിട്ട് സബ്ട്രാക്ട് ചെയ്യാം. 4 ൽ നിന്ന് 4 പോയാൽ 0, 4 ൽ നിന്ന് 1 പോയാൽ 3, 1 പിന്നെ എത്രയാണ്? 130. 144. 130 6ൻ്റെ മൾട്ടിപ്പിൾസ് ആണോ? ഇല്ല അല്ലേ. അപ്പോൾ അപ്പോൾ 130 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 6. അതുകൊണ്ട് എന്താണ്? therefore 144 is not a term in a given sequence. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു. ഇനി എന്താണ്? പ്രൂവ് ദാറ്റ് there is no perfect square in the sequence. ഈ സീക്വൻസിൽ എവിടെയെങ്കിലും പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ടോ? പെർഫെക്റ്റ് സ്ക്വയർ ആരൊക്കെയാണ്? 1 ആണ് പെർഫെക്റ്റ് സ്ക്വയർ. 1 × 1 1 ആണ്. പിന്നെ 4, പിന്നെ ഏതാണ്? 9, പിന്നെ ഏതാണ്? 16, 25, 36, 49 അങ്ങനെ പോകുന്ന നമ്പേഴ്സിന് നമ്മൾ എന്ത് വിളിക്കുന്നു? പെർഫെക്റ്റ് സ്ക്വയർ എന്ന് വിളിക്കുന്നു. ആ പെർഫെക്റ്റ് സ്ക്വയറിനകത്ത് വരുമോ എന്ന് നോക്കണം. അപ്പം നമുക്ക് ഓരോ സ്ക്വയർ എടുത്ത് സബ്ട്രാക്ട് ചെയ്ത് നോക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ജനറൽ ടേം എഴുതുന്നു, ആൾജിബ്രിക് ടേം എഴുതുന്നു. A is equal to എന്താണ്? A + n - 1 × d. A എത്രയാണ്? ഫസ്റ്റ് ടേം ഏതാണ്? 8 പ്ലസ് n - 1 × d എത്രയാണ്? 6. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 + 6n - 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 6n. 8 - 2 എത്രയാണ്? 2 + 2. അപ്പോൾ നമ്മുടെ ജനറൽ ടേം എന്താണ്? ആൾജിബ്രിക് ഫോം എന്താണ്? 6n + 2 ആണ്. 6n + 2 അല്ലേ. n-ന് 1 കൊടുത്താൽ 6 × 1 6 + 2. അത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ല. n-ന് 2 കൊടുത്താലോ 6 × 2 × 6 12 + 2 14 ആണോ? അല്ല. 6 × 3 18 + 2 എത്രയാണോ? 20 ആണോ? അല്ല.
6 പിന്നെ 24 പ്ലസ് 2 26 അല്ലേ. ദിസ് ഈസ് നോട്ട് റെപ്രസെൻറ്റ്. അപ്പം നമുക്ക് എഴുതാം 6n + 2 നോട്ട് റെപ്രസെൻറ്റ് പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ. അപ്പം നമുക്ക് പറയാം പ്രൂവ് ദാറ്റ് പെർഫെക്റ്റ് സ്ക്വയർ ഈസ് നോട്ട് ഇൻ ദ സീക്വൻസ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എഴുതിയെടുത്തോളൂ. രണ്ടായിരത്തി 24 ചോദിച്ച ചോദ്യം തന്നെയാണ്. The third term of base is 26 and eighth term is 61. Eighth term is 61. Find the common term. അപ്പോൾ നമുക്ക് എഴുതാം തേർഡ് ടേം എന്ന് പറയുന്നത് എന്താണ്? തേർഡ് ടേം എന്ന് പറയും തന്നിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ എഴുതുക. 26. എയ്ത്ത് ടേം എന്ന് പറയുന്നത് എത്രയാണ്? 61 അല്ലേ. അപ്പം കോമൺ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ എട്ടാമത്തെ ടീമിൻ്റെ പ്രത്യേകത എന്താണ്? എട്ടാമത്തെ ടീം എന്ന് പറയുന്നത് മൂന്നാമത്തെ ടീമിൻ്റെ കൂടെ തേർഡ് ടീം പ്ലസ് തേർഡ് ടീമിൻ്റെ കൂടെ മൂന്നിൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ 8 കിട്ടും? 5 കൂട്ടിയാൽ. അപ്പോൾ 5 D കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? എയ്ത്ത് ടീം കിട്ടും. ദാറ്റ് ഈസ് എയ്ത്ത് ടീം ഈസ് ഈക്വൽ ടു തേർഡ് ടീം പ്ലസ് 5D. തേർഡ് ടേം ഏതാണ്? തേർഡ് ടേം 26 ആണ്. പ്ലസ് 5 × D ഈസ് ഈക്വൽ ടു ഏതാണ്? എയ്ത്ത് ടേം. ദാറ്റ് ഈസ് ഈക്വൽ ടു 61. അപ്പോൾ 5D ഈസ് ഈക്വൽ ടു 61 - 26 ഈസ് ഈക്വൽ ടു 11 നിന്ന് 6 പോയാൽ 5. ബാക്കി ഇവിടെ 6 ഉണ്ട്. 5. 5 നിന്ന് 2 പോയാൽ. അപ്പോൾ D എത്രയാണ്? D ഈസ് ഈക്വൽ ടു 35/5 ഈസ് ഈക്വൽ ടു 7. ഓക്കെ ആണല്ലോ. ഇനി എന്താണ്? ഫൈൻഡ് ദ ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേം കിട്ടുന്നത് എങ്ങനെയാണ്? എന്താണ് തേർഡ് ടേം? തേർഡ് ടേം ഈസ് ഈക്വൽ ടു A + 2D. ഒരു A ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? തേർഡ് ടേം കിട്ടും. A + 2 × D എത്രയാണ്? 7 ഈസ് ഈക്വൽ ടു തേർഡ് ടേം നമുക്ക് തന്നിട്ടുണ്ടല്ലോ 26. അപ്പോൾ A എത്രയാണ്? 26 - 14 ദാറ്റ് ഈസ് ഈക്വൽ ടു 12. അപ്പം നമുക്ക് എയും കിട്ടി ഡിയും കിട്ടി അല്ലേ. എയും കിട്ടി ഡിയും കിട്ടി. ഇനി എന്താണ്? റൈറ്റ് ആൾജിബ്രിക് ടേംസ്. ആൾജിബ്രിക് ടേംസ് എന്താണ്? AN ഈസ് ഈക്വൽ ടു A + n - 1 × D ദാറ്റ് ഈസ് ഈക്വൽ ടു A എത്രയാണ്? 12 പ്ലസ് n - 1 × D 7. അപ്പം 12 അധികം n × 7 7n -7 that is equal to 7n + 5 is the algebraic terms of the sequence. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? സം ഓഫ് ഫസ്റ്റ് 15 ടേംസ് ഓഫ് ദ സീക്വൻസ്. ഫൈൻഡ് ദ സം ഓഫ് ദ 15 ടേംസ് ഓഫ് ദ സീക്വൻസ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? S15 ഈസ് ഈക്വൽ ടു n/2 × 2a + n - 1 × D. സം കാണാനുള്ള ഫോർമുലയാണ് അല്ലേ. അപ്പോൾ n എത്രയാണ്? 15/2 ഇൻറ്റു 2 × A എത്രയാണ്? 12 പ്ലസ് n എത്രയാണ്? 15 - 1 എത്രയാണ്? 14 ഇൻറ്റു D എത്രയാണ്? 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 15/2 ഇൻറ്റു 2 ഇൻറ്റു 12 2 എത്രയാണ്? 24 പ്ലസ് 7 4 28 2 7 2 9 98. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 15/2 8 4 12 ശിഷ്ടം 1 10 2 12 122. 2 കൊണ്ട് വെട്ടാൽ 12 2 കൊണ്ട് വെട്ടാൽ 6 61 അല്ലേ. അപ്പോൾ എത്ര കിട്ടി? 15 × 61 61 × 15 61 × 15 എത്ര കിട്ടി? 5 6 5 30 1 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 1 6 3 9. ആൻസർ ഈസ് ഈക്വൽ ടു 915 ഈസ് ദ കറക്റ്റ് ആൻസർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയെങ്കിൽ നിങ്ങൾ എഴുതിയെടുക്കുക. അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 2024 മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ദ തേർഡ് ടേം ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 16 ആൻഡ് 21st ടേം ഈസ് 124. ഫൈൻഡ് കോമൺ ഡിഫറൻസ് ഫസ്റ്റ് ടേം. നേരത്തെ ചെയ്ത കണക്കിൻ്റെ ഭാഗങ്ങളാണ്. നമുക്കതുകൊണ്ട് കാര്യങ്ങളൊന്ന് വിശദമായിട്ട് എഴുതാം. തേർഡ് ടേം ഈസ് ഈക്വൽ ടു 16. പിന്നെ ആരാണ്? 21st ടേം
ഈസ് ഈക്വൽ ടു 124 അല്ലേ. അപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ. പിന്നെന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കണം. നമുക്ക് നേരത്തെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച മെത്തേഡ് എങ്ങനെയാണ്? 21st ടേമിൽ നിന്ന് എന്താണ്? തേർഡ് ടേം പ്ലസ് 3ൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് കൂട്ടണം? 21 കിട്ടണമെങ്കിൽ 18 ഡി ഈസ് ഈക്വൽ ടു 21st ടേം, ദാറ്റ് ഈസ് ഈക്വൽ ടു തേർഡ് ടേം എത്രയാണ്? 16 പ്ലസ് 18 ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു 124. മൂന്നാമത്തെ ടേമിൻ്റെ കൂടെ 18 പ്രാവശ്യം ഡി കൂട്ടുമ്പോൾ 18 3 21, 21ാമത്തെ ടേം കിട്ടും 124 അല്ലേ. അപ്പോൾ 18 ഡി ഈസ് ഈക്വൽ ടു 124 മൈനസ് 16. അപ്പോൾ എത്ര ആയിട്ടാണ്? 18 ഡി ഈസ് ഈക്വൽ ടു 14 6 8 0 108. അപ്പോൾ എത്ര കിട്ടി? 124 16 കുറയ്ക്കുമ്പോൾ 108. ഇനി എത്രയാണ് ഡി? എത്രയാണ് ഡി ഈസ് ഈക്വൽ ടു 108 ഡിവൈഡഡ് ബൈ 18. 9 കൊണ്ട് വെട്ടിയാൽ 9 2 18, 9 കൊണ്ട് വെട്ടിയാൽ ഒരു പ്രാവശ്യം 90 12, 2 കൊണ്ട് വെട്ടിയാൽ 6. ഡി ഈസ് ഈക്വൽ ടു 6. ഡി ഈസ് ഈക്വൽ ടു 6 കിട്ടി. ഇത് എന്താണ്? ഫസ്റ്റ് ടൈം. ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? തേർഡ് ടൈം ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടൈം പ്ലസ് 2d. എ എത്രയാണ്? എ അറിയില്ല. 2 ഇൻറ്റു ഡി. ഡി എത്രയാണോ? 6. 2 ഇൻറ്റു ഡി 16. 6 ഇൻറ്റു 2 12 ഈസ് ഈക്വൽ ടു തേർഡ് ടൈം എത്രയാണോ? 16. അപ്പോൾ എ എത്രയാണ്? 16 മൈനസ് 12 സമം 4. എ എന്ന് പറയുന്നത് 4. നമുക്ക് ആദ്യത്തെ 2 സെക്ഷൻ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, പഠിച്ചു വെച്ചേക്കും. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് 280 എന്ന് വെച്ചാൽ 280 എന്ന് പറയുന്ന ടേം എത്രാമത്തെ ടേമാണ്? ഒന്നാമത്തെയാണോ, രണ്ടാമത്തെയാണോ, മൂന്നാമത്തെയാണോ, 100ാമത്തെയാണോ, 50ാമത്തെയാണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ എൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതം. അപ്പോൾ എൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണെന്ന് കാണാതെ പഠിക്കുന്നവർക്ക് കാണാതെ പഠിക്കാം. എ എൻ മൈനസ് എ ഡിവൈഡഡ് ബൈ ഡി പ്ലസ് 1 എന്ന് എഴുതാം. നമുക്കല്ലാതെയും ചെയ്ത് കാണിക്കാം, അല്ലാതെയും ചെയ്യാം. അപ്പം എ എൻ എത്രയാണ്? നമുക്ക് 280 എന്ന് എഴുതാം. സോറി, അത് പറ്റത്തില്ല. 280 സമം എ പ്ലസ് എ എത്രയാണ്? 4. എ പ്ലസ് സോറി ഫോർമുല എഴുതാം അല്ലേ. എ എൻ ഈസ് ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. അത് നമുക്ക് എ എൻ എത്രയാണ്? 280 എടുക്കാം. ഈസ് ഈക്വൽ ടു എ എത്രയാണ്? 4 പ്ലസ് എൻ അറിയാവോ? ഇല്ല. എൻ മൈനസ് 1 ഇൻറ്റു ഡി എത്രയാണ്? 6. അപ്പോൾ 280 4 കുറയ്ക്കുമ്പോൾ 280 മൈനസ് 4 ഈസ് ഈക്വൽ ടു എൻ മൈനസ് 1 ഇൻറ്റു 6. 280 4 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടി? 276 ഈസ് ഈക്വൽ ടു എൻ മൈനസ് 1. 6 ഇപ്പുറം വരുമ്പോൾ ഡിവൈഡ് ആവും. അപ്പോൾ നമുക്ക് 6 കൊണ്ട് വെട്ടാം. 6 കൊണ്ട് വെട്ടാം. 6 4 24, ഇഷ്ടം 3 39, 6 36. അപ്പോൾ എത്രയാണ്? 46 ഈസ് ഈക്വൽ ടു എൻ മൈനസ് 1. അപ്പം -1 ഇപ്പുറം വരുമ്പോൾ 47 ഈസ് ഈക്വൽ ടു എൻ. നമ്മൾ ഫോർമുല ഉപയോഗിച്ച് ചെയ്തപ്പോഴത്തേക്ക് ആസ് പെർ ഷെഡ്യൂൾ അല്ലേ. ഇനി എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞത്? എൻ ഈസ് ഈക്വൽ ടു എ എൻ മൈനസ് എ ഡിവൈഡഡ് ബൈ ഡി പ്ലസ് 1 അല്ലേ. ഇവിടെ എ എൻ എത്രയാണ്? 280 മൈനസ് എ എത്രയാണ്? 4 ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് എത്രയാണ്? 6 പ്ലസ് 1. 280 മൈനസ് 4 എത്രയാണ്? 276 ഡിവൈഡ് ബൈ 6 പ്ലസ് 1. അപ്പം നമ്മൾ ഇത്രയും ചെയ്തപ്പം വന്നപ്പോൾ 276 6 പിന്നെ മൈനസ് ഇപ്പം പ്ലസ് 1 അല്ലേ. അപ്പോൾ നമുക്ക് എൻ എത്ര കിട്ടും? എൻ ഈസ് ഈക്വൽ ടു 47 കിട്ടും. ഈ 2 രീതിയിൽ ചെയ്താലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അതിന് സംശയം വേണ്ട. നിങ്ങൾക്ക് ഏതാണോ എളുപ്പമെന്ന രീതിയിൽ അതനുസരിച്ച് ചെയ്ത് പഠിക്കുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എഴുതിയെടുക്കുക. അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് എന്താണ്? ഫസ്റ്റ് ടേം ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 5 ആൻഡ് കോമൺ ഡിഫറൻസ് ഈസ് 4. അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കണം? ആൾജിബ്രൈക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം അല്ലേ. ആൾജിബ്രൈക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ്? എ എൻ ഈസ് ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. ഇവിടെ എ എത്രയാണ്? അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, 5 തന്നിട്ടുണ്ട്. എൻ മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 പ്ലസ് എൻ 4 അകത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4n മൈനസ് 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 4n പ്ലസ് 1 എന്നുള്ള നമുക്ക് ആൾജിബ്രൈക് സീക്വൻസ് ആൾജിബ്രൈക് എക്സ്പ്രഷൻ കിട്ടി. ഇനി എന്താണ് കണ്ടുപിടിക്കണ്ടേ? ആൾജിബ്രൈക് എക്സ്പ്രഷൻ ഫോർ ദ സം ഓഫ് ദ n ടൈപ്സ്. സമ്മിൻ്റെ ഫോർമുല എന്താണ്? എസ് എൻ ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു
a 2a plus n minus 1 into d. Okay, that is equal to n by 2 into a എത്രയാണ് 5ആണ്, 2a എന്ന് പറഞ്ഞാൽ എത്രയാണ് 10ആണ്, പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എത്രയാണ് 4n പ്ലസ് 1 നമുക്ക് ഡി എടുത്തൂടെ, കോമൺ ഡിഫറൻസ് എത്രയാണ് 4 ഈസ് ഈക്വൽ ടു n by 2 ഇൻറ്റു 10 പ്ലസ് 4n മൈനസ് 4. അപ്പോൾ നമുക്കവിടെ എഴുതുമ്പോൾ എന്തിട്ട് n by 2 10 മൈനസ് 4 എത്രയാണ് 6, 4n പ്ലസ് 4. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊരു 4 പുറത്തെടുക്കാമല്ലോ, 10 മൈനസ് 4 6ആണ്, സോറി. നമുക്ക് 2 പുറത്തെടുത്താൽ n by 2 ഇൻറ്റു 2 ഇൻറ്റു 2n പ്ലസ് 3 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 2 ഇൻറ്റു വെട്ടിപ്പോകുമ്പോൾ ബാക്കി എന്താ കിട്ടി, n ഇൻറ്റു 2n പ്ലസ് 3 ഈസ് ദ Sn എന്ന് കിട്ടും. ക്ലിയർ ആയോ? ഇനി എന്താണ് സം ഓഫ് ഫസ്റ്റ് 20 ടൈംസ്. ഫസ്റ്റ് 20 ടൈംസ് ചെയ്യുമെന്നാണ് ഇവിടെ എന്നിന് വരെ 20 കൊടുത്താൽ മതിയല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു 2 ഇൻറ്റു 20 40 പ്ലസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു 40 പ്ലസ് 3 എത്രയാണ് 43 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 86 0 860 എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് മനസ്സിലാക്കി എഴുതിയെടുക്കും. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സം ഓഫ് ഫസ്റ്റ് 7 ടൈംസ് ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 40. സം ഓഫ് ദ ഫസ്റ്റ് 11 ടൈംസ് ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 440. ഫൈൻഡ് 4th ടൈം ആൻഡ് 6th ടൈം, ഫൈൻഡ് കോമൺ ഡിഫറൻസ് ആൻഡ് ഫസ്റ്റ്. അപ്പോൾ എന്താണ് സം ഓഫ് 7 ടൈംസ് ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുമ്പോൾ ഒരു സീക്വൻസിൻ്റെ സം എന്നാൽ ആ സമ്മിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മിഡിൽ ടൈം കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം മിഡിൽ ടൈം ഈസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടൈംസ്. നമ്പർ ഓഫ് ടൈംസ് അല്ലേ. അപ്പോൾ എന്താണ് 7ൻ്റെ മിഡിൽ ഏതാണ് 1 2 3 4 5 6 7 അല്ലേ. 7ൻ്റെ മിഡിൽ ഏത് ടൈമാണ്, 3ാമത്തെ ടൈമാണ് അല്ലേ, 4ാമത്തെ ടൈമാണ്. അതാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം 4th ടൈം ഈസ് ഈക്വൽ ടു 4th ടൈം ഈസ് ഈക്വൽ ടു 4th ടൈമിൻ്റെ സം എത്രയാണ് 140. എത്ര ടൈമുണ്ട് 7 ടൈമുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിവൈഡ് ബൈ 7 ഈസ് ഈക്വൽ ടു 7 2 14 20 കിട്ടി. ഇനി ഏതാണ് 6th ടൈം. 6th ടൈം എന്ന് പറയുമ്പോൾ ഏതാണ് 6th ടൈം എന്ന് പറയുമ്പോൾ 11ൻ്റെ മിഡിലാണ് 6ാമത്തെ ടൈം. 11 ടൈമിൻ്റെ മിഡിൽ 5 ടൈം അപ്പുറവും പോവും, 5 ടൈം ഇപ്പുറവും പോവും, അങ്ങനെ 10 ടൈം പോയി ബാക്കി അടുത്തുള്ളൂ വരുന്നത്. അപ്പോൾ 6th ടൈം എന്ന് പറഞ്ഞാൽ 440 ഡിവൈഡ് ബൈ എത്ര ടൈമുണ്ട് 11 ടൈമുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 40. അപ്പോൾ നമുക്ക് 4th ടൈമും കിട്ടി 6th ടൈമും കിട്ടി അല്ലേ. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്, കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് 6th ടൈം എന്ന് പറഞ്ഞാൽ എന്താണ് 4th ടൈം പ്ലസ് എത്ര കോമൺ ഡിഫറൻസ് കൂട്ടണം, 2 കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 6th ടൈമായ 40 കിട്ടും അല്ലേ. അപ്പോൾ 4th ടൈം ഏതാണ് 20 പ്ലസ് 2 ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു 40. അപ്പം 20 അപ്പുറം പോകുമ്പോൾ 40 മൈനസ് 20 ഈസ് ഈക്വൽ ടു 20, ഡി ഈസ് ഈക്വൽ ടു 10. കോമൺ ഡിഫറൻസ് എത്രയാണ് 10 കിട്ടി. ഇനി എന്താണ് ഫസ്റ്റ് ടൈം. ഫസ്റ്റ് ടൈം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം 4th ടൈമിൽ നിന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ 4th ടൈം എന്ന് പറഞ്ഞാൽ 4th ടൈം ഈസ് ഈക്വൽ ടു എ പ്ലസ് എയുടെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് കൂട്ടണം 3 കോമൺ ഡിഫറൻസ് കൂട്ടണം. അപ്പം നമുക്ക് എന്ത് കിട്ടും 4th ടൈമായ 20 കിട്ടും. അപ്പോൾ എ എത്രയാണ് എ സമം എ പ്ലസ് 30 ഇൻറ്റു ഡി എത്രയാണ് 10 3 ഇൻറ്റു 10 എത്രയാണ് 30 ഈസ് ഈക്വൽ ടു 20. എ എത്രയാണ് 20 മൈനസ് 30 സമം -10 എന്നുള്ളത്. ഫസ്റ്റ് ടൈം എത്ര കിട്ടി -10 എന്ന് കിട്ടി. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സം ഓഫ് ദ സീരീസ് കണ്ടിട്ട് ചോദിക്കുന്ന ടൈം മിഡിൽ ടൈം തന്നെ ആയിരിക്കും. അതുകൊണ്ട് ആ സംശയം വെക്കണ്ട. അപ്പം മനസ്സിലായെങ്കിൽ എഴുതിയെടുക്കുക. അടുത്ത ചോദ്യത്തിൽ കിടക്കാം. അപ്പോൾ എന്താണ് ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പർ. ഫസ്റ്റ് സം ഓഫ് n നാച്ചുറൽ നമ്പർ. ഫസ്റ്റ് സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ. സം ഓഫ് n നാച്ചുറൽ നമ്പറിൻ്റെ ഫോർമുല എന്താണ് n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ 1 2 3 4 5 എന്ന് തുടങ്ങുന്ന ആ സീക്വൻസിൻ്റെ സം എത്രയാണ് n ഇൻറ്റു n പ്ലസ് 1 ബൈ 2. അതാണ് നാച്ചുറൽ നമ്പർ.
അപ്പോൾ 20 നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? 20 ഇൻറ്റു n+1 21 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 22 10 കിട്ടും. ആൻസർ എത്ര കിട്ടി? 210. ഇനി എന്താണ് ആൾജിബ്രൈക് എക്സ്പ്രഷൻ ഓഫ് 5, 9, 13 5, 9, 13 എക്സെട്ര. എ എത്രയാണ്? A5. ഡി എത്രയാണ്? 9 - 5 ഈസ് ഈക്വൽ ടു 4. നമുക്ക് എന്താണ് കണ്ടുപിടിക്കണം? SN അല്ലേ? ആൾജിബ്രൈക് റൈറ്റ് ആൾജിബ്രൈക് എക്സ്പ്രഷൻ. അപ്പോൾ AN ഈസ് ഈക്വൽ ടു A + n - 1 ഇൻറ്റു ഡി. A ഈസ് ഈക്വൽ ടു 5 പ്ലസ് algebraic expression n minus 1 into d എത്രയാണ്? 4. That is equal to 5 plus 4n minus 4. That is equal to 4n plus 1 എന്ന് കിട്ടി. ക്ലിയർ. Then find the sum of first 20 terms. ഏതിൻ്റെയാണ്? ഈ ടേംസിൻ്റെ ഏതാണ്? 5, 9, 13. SNൻ്റെ ഫോർമുല എന്താണ്? SN is equal to n/2 into 2a plus n minus 1 into d. n എത്രയാണ്? 20. 20/2 ഇൻറ്റു 2 ഇൻറ്റു എ എത്രയാണ്? 5 പ്ലസ് 20 മൈനസ് 1 എത്രയാണ്? 19. ഡി എത്രയാണ്? ഡി 4. ദാറ്റ് ഈസ് ഈക്വൽ ഇവിടെ വെട്ടുമ്പോൾ എത്ര കിട്ടി? 10 കിട്ടി. 10 ഇൻറ്റു 5 ഇൻറ്റു 2 10 പ്ലസ് 9 4 36 ഇഷ്ടം 4 3 7 76. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 പ്ലസ് 76 86. 86 ഇൻറ്റു 10 എത്രയാണ്? 806. ദിസ് ഈസ് ദ ആൻസർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ എഴുതിയെടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ദ സം ഓഫ് 8th and 9th term of arithmetic sequence is 125. ഫൈൻഡ് വാട്ട് ഈസ് ദ സം ഓഫ് ദ 7th and 20th term. അപ്പോൾ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എഴുതിയാൽ ഉദാഹരണത്തിന് 2, 4, 6, 8, 10, 12 ഉദാഹരണം എഴുതി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അല്ലേ. അപ്പോൾ ആദ്യത്തെ ടേമും അവസാനത്തെ ടേം ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം ആൻഡ് 1, 2, 3, 4, 5, 6 സിക്സ്ത് ടേം. സം എത്രയാണ്? 14. ഇനി രണ്ടാമത്തെ ടേമും സെക്കൻഡ് ടേം ആൻഡ് 1, 2, 3, 4, 5 ഫിഫ്ത്ത് ടേം. അതിൻ്റെ സം എത്രയാണ്? 14. ഇനി ഏതാണ്? തേർഡ് ടേമും ഫോർത്ത് ടേമും തമ്മിൽ സം എത്രയാണ്? അതും 14. അപ്പോൾ അതാണ് അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഒരു പ്രോപ്പർട്ടി അല്ലേ. ഈക്വൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ അവയുടെ സം തുല്യമായിരിക്കും അല്ലേ. ഇവിടെ 8 മുതൽ 19 എത്ര ടൈമാണ്? 8ഉം 19ഉം കൂടുമ്പോൾ എത്ര കിട്ടും? 27. അതാണ് 125. അതേപോലെ 7th ടേമും 20th ടേമും കൂടുമ്പോൾ എത്ര കിട്ടി? അതും ടേം ഡിഫറൻസ് 27. ദാറ്റ് ഈസ് ഈക്വൽ ടു സെയിം ഡിഫറൻസ് തന്നെ കിട്ടും 125. ക്ലിയർ ആയല്ലോ. ഇനി 6th ടേം ആൻഡ് 21st ടേം. 6th ടേമും 21st ടേമും കൂട്ടുമ്പോൾ എത്ര കിട്ടി? 27th ടേം കിട്ടി. അപ്പോൾ ടോട്ടൽ സം എത്ര ആയിരിക്കും? 125 ആയിരിക്കും. അപ്പോൾ 6th ടേം പ്ലസ് 21st ടേം. 21st ടേം ഈസ് ഈക്വൽ ടു 125. 6th ടേം എത്രയാണ്? 40 പ്ലസ് 21st ടേം എത്രയാണ് അറിയത്തില്ല. ഈസ് ഈക്വൽ ടു 125. അപ്പോൾ 21st ടേം ഏതാണ്? 125 മൈനസ് 40. സമയം എത്ര കിട്ടി? 5, 8, 4, 12. അപ്പോൾ 21st ടേം എത്രയാണ്? 80. എന്തുകൊണ്ടാണ്? ഈ പ്രോപ്പർട്ടി അനുസരിച്ച് നമ്മൾ 6ാമത്തെ ടേമും 21ാമത്തെ ടേമും കൂട്ടപ്പോൾ നമുക്ക് എത്ര കിട്ടണം? 125 കിട്ടണം. അതാണ് ഇപ്പം 6ാമത്തെ ടേമും 21ാമത്തെ ടേമും കൂട്ടുമ്പോൾ 85, 40, 125. ക്ലിയർ ആയല്ലോ. ഇനി എന്താ ചോദ്യം? ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 26 ടേം. 26 ടേമിൻ്റെ സം കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ 26 ഇതുപോലെ ഒരു ബാച്ച്, 2 ബാച്ച്, 3 ബാച്ച് അല്ലേ. അപ്പം ഈ 3ൻ്റെയും സം കണ്ടുപിടിച്ചാലല്ലോ. ഇതിൻ്റെ എത്രയാണ്? 2ഉം 12ഉം 14. ഇതെത്രയാണ്? 14. ഇതെത്രയാണ്? 14. അപ്പം 3 കൂടെ കൂട്ടുമ്പോൾ നമുക്കിൻ്റെ ടോട്ടൽ സം കിട്ടി അല്ലേ. അതുപോലെ 125 ടോട്ടൽ സം എല്ലാത്തിൻ്റെ. ഏതിൻ്റെയാണ്? 8, 19, 7, 20, 6, 21 അങ്ങനെ 2 പേർ വെച്ചെടുക്കുമ്പോൾ നമുക്ക് മൊത്തം 26 ടേംസിൽ എത്ര പേര് കിട്ടും? 13 പേര് കിട്ടും അല്ലേ. 26 ടേംസിൽ 26 ടേംസ് ഈസ് ഈക്വൽ ടു 13 പെയർ. 13 പെയർ അല്ലേ. ഒരു പെയറിൻ്റെ സം എത്രയാണ്? 125. അപ്പോൾ ടോട്ടൽ സം എത്രയാണ്? ടോട്ടൽ സം ഈസ് ഈക്വൽ ടു 13 × 125. അപ്പോൾ നമുക്ക് ഗുണിച്ച് നോക്കാം.
125 ഇൻറ്റു 13, 13 15, ശിഷ്ടം 1, 6 1 7, 3, 5 2 1, 5 7 5 12, ഇഷ്ടം 1, 3 2 5 1 6, 1625 എന്ന് ഉത്തരം. ക്ലിയർ ആയാലോ? ഒരേ പ്രോപ്പർട്ടി അനുസരിച്ചുള്ള 3 ക്വസ്റ്റ്യൻസാണ് വന്നിരിക്കുന്നത്. ശരിയായിട്ട് പഠിക്കുക. മനസ്സിലായെങ്കിൽ എഴുതിയെടുക്കുക. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് 1 + 2 + 3 + up to 10 = 0 അല്ലേ? അത് കൂട്ടുന്നതിന് പോലെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? S10 = n × n + 1 / 2. ഇതാണ് ഫോർമുല. സം ഓഫ് n നാച്ചുറൽ നമ്പറിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ n × n + 1/2. എന്നിന് പകരം എത്ര കൂടെ? അപ്പോൾ എത്ര ടൈപ്സ് ഉണ്ട്? 1 2 3 10 ടൈപ്പ്. 10 × 10 + 1 എത്രയാണ്? 11/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 = 55 എന്ന ആൻസർ കിട്ടും. ഇനി എന്താ വന്നിരിക്കുന്നത്? ഹൗ മെനി കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ സ്റ്റാർട്ടിങ് ഫ്രം 1 ഷുഡ് ബി ആഡഡ് ടു ഗെറ്റ് അല്ലേ? അപ്പോൾ ഒരു സമയം ഒന്നിൽ തുടങ്ങുന്ന കുറേ നാച്ചുറൽ നമ്പറിൻ്റെ കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പറിൻ്റെ സം എത്ര കിട്ടണം? 300 കിട്ടണം. അപ്പോൾ ഇത് എത്ര കിട്ടണം? 300 കിട്ടണം. ഈസ് ഈക്വൽ ടു n × n + 1 / 2. സ്ക്വയർ ക്രോസ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 600 ഈസ് ഈക്വൽ ടു n × n. അപ്പോൾ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. n × n എത്രയാണ്? n² പ്ലസ് n × 1 എത്രയാണ്? n. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. n² + n മൈനസ് 600 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ എന്താണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യണം. അപ്പോൾ എന്താണ്? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² - 4ac / 2a. ഇവിടെ b എത്രയാണ്? 1 ആണ്. -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 - 4 ഇൻറ്റു a എത്രയാണ്? 1 ആണ്. c എത്രയാണ്? -600 ആണ്. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1. മൈനസും മൈനസും എത്ര ആവും? പ്ലസ് ആവും. 6 4 24, 2401 ഡിവൈഡഡ് ബൈ 2400 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എത്ര കിട്ടി? -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 2401 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 2401ൻ്റെ സ്ക്വയർ റൂട്ട് നമുക്ക് കണ്ടുപിടിക്കണം. 2401ൻ്റെ സ്ക്വയർ റൂട്ടിൻ്റെ അടുത്തുള്ള എത്രയാണ്? 2500. ശ്രദ്ധിക്കുക, അങ്ങനെ ചെയ്യണമെന്നുള്ള ട്രിക്ക് പറഞ്ഞില്ല. 2500 25ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 5 ആണല്ലോ. 2 0ൻ്റെ സ്ക്വയർ എത്രയാണ്? 0. അപ്പോൾ 50ൻ്റെ സ്ക്വയർ എന്ന് 2500 ആണല്ലേ. ഇത് 2500 ഉണ്ടോ? 2401 ഉള്ളൂ അല്ലേ. അപ്പോൾ 50ന് താഴെ ആയിരിക്കുമല്ലോ. 50ന് താഴെ ലാസ്റ്റ് 1 വരുന്ന ഏതാണ്? 49 വരാമല്ലോ. 9 9 81. അപ്പോൾ നമുക്ക് 49 ടെസ്റ്റ് ചെയ്ത് നോക്കാം. 49 × 49 9 81, ശിഷ്ടം 8, 9 4 36, 8 44, 9 4 36, ഇഷ്ടം 3, 4 16 3 19. അപ്പോൾ എത്ര കിട്ടി? 1 6 4 10, ഇഷ്ടം 1, 10 4 14, 2400. നമ്മൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് അല്ലേ. -1 പ്ലസ് ഓർ മൈനസ് 2400 സ്ക്വയർ എത്രയാണ്? 49/2. അപ്പോൾ എത്ര കിട്ടി? -49 പ്ലസ് 49 എത്രയാണ്? 48/2, -1 മൈനസ് 49 എത്രയാണ്? -50/2. അപ്പോൾ എന്താണ്? നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നുണ്ട്. നാച്ചുറൽ നമ്പർ മൈനസ് നോട്ട് പോസിബിൾ. അപ്പോൾ n എത്ര ആയിരിക്കും? 24. n = 24 എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടി. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ആ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്ത ചാപ്റ്ററിൻ്റെ അടുത്ത ക്ലാസ്സിലുണ്ടാകുന്നതായിരിക്കും. അതിനു മുമ്പ് നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.